മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. എൻ്റെ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല, ഞാൻ എഴുന്നേറ്റ് വന്ന പടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രഷ് ചെയ്ത് കുളിച്ച് കുക്കിങ്ങൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിലെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഹോം ടൂറൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറിയും പുട്ടും നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ലേ കടല പുട്ട് എന്നൊക്കെ പറയുന്നത്. കടല കുക്കറിലിട്ടാൽ പെട്ടെന്നാവും. അപ്പോൾ ഞാൻ തലേ ദിവസം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വെള്ളത്തിലാട്ടോ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇനി കുതിർന്നത് നമ്മളൊന്ന് കഴിയുവാരി കുക്കറിലിട്ടൊന്ന് കറി ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ കടലയൊക്കെ എല്ലാവരും വെള്ളത്തിലിടുമ്പോൾ ഞാൻ സാധാരണ പച്ച വെള്ളത്തിലാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്കിനി പെട്ടെന്നൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നെയൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ടിപ്പും കൂടി നിങ്ങൾക്ക് തന്നതാണ്. ഇവിടെ ചായ വയ്ക്കുള്ള പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് തിളച്ച് പൊന്തുവാണ് കേട്ടോ. അപ്പോൾ അനുക്കുട്ടി അത് പൊന്തുന്നത് എടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുവാണേ. അപ്പോൾ നമുക്ക് ചായയും പുട്ടും ഒക്കെ ആക്കി നമുക്ക് അങ്ങ് കഴിച്ചാലോ. അപ്പോൾ ചായ അത്യാവശ്യം നല്ല കടുപ്പത്തിലെടുക്കുവാണ്. പിന്നെ ഇതിവിടെ കടലക്കറി ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടുണ്ട്, ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് റോബസ്റ്റാ പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് റോബസ്റ്റാ പഴം കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്കായിട്ടുള്ളത് ബീഫാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ബീഫിനെയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ വറുത്തരച്ച ബീഫ് കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. വേറൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ പുതിയ സ്ഥലത്ത് വന്ന് സെറ്റായിട്ട് നമുക്ക് പിന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് സെറ്റായി വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കറിയൊക്കെ റെഡിയാവുന്നുണ്ട്. ഇത് കണ്ടോ, മാങ്ങ കിടക്കുന്നുണ്ടോ? ഇവിടെ നിറച്ച് മൂവാണ്ട മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ മാവിൽ നിറയെ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ താഴെ വീഴുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയും കാറ്റും ഒക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പഴയ വീട്ടിൽ നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ ഈ വണ്ടിയുടെ ടയർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പോരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ചേട്ടനെ വിളിച്ച് വീട്ടിൽ വന്നാൽ ചേട്ടൻ ടയർ മാറ്റിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്യൂബ്ലെസ് ആണ്. അപ്പോൾ ചേട്ടനിപ്പോൾ പറയുമായിരുന്നു കുറച്ചിപ്പോൾ ദിവസമായിട്ട് നമ്മൾ എടുക്കാതിരുന്നതുകൊണ്ട് ട്യൂബ്ലെസ് വേണ്ട, ട്യൂബുള്ളതായാലും പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതിടുവാണേ. അപ്പോൾ എന്തായാലും ആ ചേട്ടനൊരു താങ്ക്സ്. കാരണം വിളിച്ചപ്പോൾ ഓടി വന്ന് നമുക്ക് ഇട്ട് തന്നു കേട്ടോ. കുറച്ച് ദൂരം വരണമായിരുന്നു. അപ്പോൾ നമ്മൾ കണിച്ചുളങ്ങലിലെ വീട്ടിലായിരുന്നു വണ്ടി ഇരുന്നത്. അപ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് നേരെ ഇനി കലവൂർ വീട്ടിലോട്ട് പോവുകയാണേ. പിന്നെ നല്ല രീതിയിൽ പുള്ളി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചേട്ടനാണ്. ഇത് കഞ്ഞിക്കുഴിയിലുള്ളൊരു ചേട്ടനാണ് കേട്ടോ ഇത് ഇട്ട് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പോൾ വീടെത്തി ഞാൻ കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ നല്ലൊരു ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആനക്കുട്ടി ഇവിടെ വന്നിട്ട് ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് പുറത്തൊക്കെ പോയാലെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ആനക്കുട്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. വൈകിട്ടത്തേക്ക് ഞാൻ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി എന്ന് ജസ്റ്റ് ആനക്കുട്ടി വന്ന് എല്ലാം മറിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പൊങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു അല്പം ചിക്കൻ കറി കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടി ആകുമ്പോൾ സൂപ്പറല്ലേ. അപ്പോൾ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചായയും കുടിച്ചില്ല, ലേറ്റായിട്ടാണ് വന്നേ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും നമുക്ക് ചിക്കൻ കറിയും ഇച്ചിരി ചായയും കൂടി കുടിച്ച് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ അവസാനിപ്പിക്കുകയാണത്. ചിക്കൻ കറിയാണ്. അപ്പം ഇച്ചിരി ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആനക്കുട്ടിക്ക് ഒരു അല്പം പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.